നമസ്കാരം. നമ്മുടെ അടുത്ത ക്ലാസ് ആരംഭിക്കുകയാണ്. മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയും. അപ്പം ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇലക്ട്രോലൈറ്റുകളെക്കുറിച്ചും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനുകളെ കുറിച്ചിട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രോലൈറ്റുകളെ കുറിച്ചും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഒരു ഗാൽവനിക് സെൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോലൈറ്റിക് സെല്ല് നമുക്കറിയാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റിക് സെൽ വൈദ്യുത വിശ്ലേഷണം നടത്തുന്ന സെല്ലുകൾ. അവിടെ നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് ഒരു ട്രഫിലോ ബീക്കറിലോ ഒരു കണ്ടെയ്നറിലോ എടുക്കുന്നു. അതിലേക്ക് 2 ഇലക്ട്രോഡുകൾ, മെറ്റൽ റോഡുകൾ, ഇലക്ട്രോഡുകൾ എന്നാണ് പറയുന്നത്, അത് ഡിപ്പ് ചെയ്ത് ആ ലാനിയിലേക്ക് വെക്കുന്നു. ഇലക്ട്രോലൈറ്റിൻ്റെ സൊല്യൂഷനിലേക്ക് വെക്കുന്നു. നമ്മൾ കറണ്ട് വോൾട്ടേജ് അതിലൂടെ പാസ് ചെയ്യിക്കുന്നു. അങ്ങനെ വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ് നടക്കുന്നു. നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾക്ക് നമ്മൾ കാഥോഡെന്നും ആനോഡെന്നും പറയും. പോസിറ്റീവ് ആനോഡ്, നെഗറ്റീവ് കാഥോഡ്. ഈ ഇലക്ട്രോലൈറ്റ് ഡീകമ്പോസ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലോട്ട് നീങ്ങുന്നു. അതിന് നമ്മൾ പറയുന്നവർ ഇലക്ട്രോളിസിസ്, ഇലക്ട്രോലൈറ്റിക് സെൽ എന്നാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ കെമിക്കൽ സെൽ, വോൾട്ടേജ് സെൽ എന്നതിന് വേറെ പേരുണ്ട്, ഗാൽവനിക് സെല്ലുകളെന്ന് വേറെ പേരുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ട ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മൾ കറണ്ട് കടത്തിവിടുന്നത് കൊണ്ടാണ് അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇൻ ആൻ ഇലക്ട്രോലൈറ്റിക് സെൽ ദ കെമിക്കൽ റിയാക്ഷൻ ഈസ് ബ്രോട്ട് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇൻ ആൻ ഇലക്ട്രോലൈറ്റിക് സെൽ കെമിക്കൽ റിയാക്ഷൻ ഈസ് brought by the passage of electric current. ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ കറണ്ട് കടത്തിവിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നു. ഇവിടെ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്? ഹിയർ ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് as a result of chemical reaction occur in the cell. In an electrochemical cell or galvanic cell, electricity is produced as a result of the chemical reaction occur in the cell. Electricity is produced as a result of chemical reaction occur in the cell. Such cells are called electrochemical cell, voltaic cell or galvanic cell. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് 2 സെല്ലുകളുടെയും പറയാൻ പറ്റും. ഫസ്റ്റ് ഡിഫറൻസ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യം. ഇലക്ട്രോകെമിക്കൽ സെല്ലിനകത്ത് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. മറിച്ച് ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ സൈഡിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹിയർ chemical reaction is happened by the passage of electric current. അതേപോലെ നമ്മൾ 2 ഡിഫറൻസും കൂടെ ഇവിടെ പറയാൻ പറ്റും. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഒരു സ്പെഷ്യൽ ഡിവൈസ് ഉണ്ട്, അത് നമ്മൾ പിന്നീട് പറയും. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയും. സോൾട്ട് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ്, ദാറ്റ് ഡിവൈസ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ആവശ്യകതയില്ല. Salt bridge is not used in electrolytic cell. ഇത് മറ്റൊരു ഡിഫറൻസാണ്. ഒരു 3rd ഡിഫറൻസ് അതേപോലെ നമുക്ക് പറയാം. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ the oxidation and reduction occur in 2 separate vessels. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ occur in 2 separate vessels. പക്ഷേ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ബോത്ത് ഓക്സിഡേഷൻ
and reduction occur in the same vessel. In an electrolytic cell, both oxidation and reduction occur in the same vessel. ഇനി നമുക്ക് 3 ഡിഫറൻസ് ഇതിന് രണ്ടിനും കൂടെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് ഒരു എക്സാമ്പിൾ. ആ സെല്ലിൻ്റെ പേരാണ് ഡാനിയൽ സെൽ എന്ന് പറയും. ഡാനിയൽ സെൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിളാണ് ഡാനിയൽ സെൽ. അപ്പോൾ ഈ ഡാനിയൽ സെല്ലിൻ്റെ പടം വരയ്ക്കാൻ നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ലേബൽ ചെയ്യാനെന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കുക, ഞാൻ വിശദീകരിച്ച് പറയാം. അപ്പോൾ ഈ ഡാനിയൽ സെല്ല് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഡാനിയൽ സെല്ലിന് 2 സെപ്പറേറ്റ് വെസലുകളുണ്ട്. അതിൽ ഒരു വെസലിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. സിങ്ക് സൾഫേറ്റ് ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. ആ സൊല്യൂഷൻ എടുത്തിരിക്കുന്ന ഒരു വെസലിനകത്ത്. എന്നിട്ട് ആ സൊല്യൂഷനിലേക്ക് ഒരു സിങ്ക് റോഡ്, സിങ്കിൻ്റെ ഒരു ദണ്ട് മെറ്റൽ റോഡ് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു വെസൽ, അതിനകത്ത് കോപ്പർ സൾഫേറ്റ് ലൈനി എടുത്തിരിക്കുന്നു. ഒരു ഇലക്ട്രോലൈറ്റ് ആണ് കോപ്പർ സൾഫേറ്റ്, CuSO4. ആ സൊല്യൂഷനിലേക്ക് ഒരു കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. നോക്കിക്കേ. അതേപോലെ തന്നെ ഈ 2 സൊല്യൂഷനുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു യു ഷേപ്പ്ഡ് ഒരു ഇലോങ്ങേറ്റഡ് ട്യൂബ് ഇൻവേർട്ടഡ് ആയിട്ട് അതിൽ നമ്മളിങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സോൾട്ട് ബ്രിഡ്ജ്. 2 സൊല്യൂഷനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു വെസൽ, ആ ഒരു ട്യൂബിന് പറയുന്നവരാണിത് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയും. പിന്നീട് ഈ 2 ഇലക്ട്രോഡുകളെയും എക്സ്റ്റേണലായിട്ട് ഒരു വയർ മുഖേന കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്റ്റേണലായിട്ട് ഒരു വയർ മുഖേന കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഒരു വോൾട്ട് മീറ്ററും ആ ലൈനിൽ, ആ കണക്ഷനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കറണ്ടിൻ്റെ ഫ്ലോ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തെ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് ദ ഓക്സിഡേഷൻ സെൽ. ഓക്സിഡേഷൻ അവിടെയാണ് സംഭവിക്കുന്നത്. ഇപ്പർ സൈഡ്, വലത്ത് സൈഡ്, കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അവിടെ റിഡക്ഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഈ സെല്ല്, ഈ ഗാൽവനിക് സെൽ അല്ലെങ്കിൽ ഈ ഡാനിയൽ സെൽ എന്ന് പറയുന്ന എക്സാമ്പിൾ. അപ്പം ഇതിൻ്റെ 2 ഹാഫാണ്. ഓക്സിഡേഷൻ നടക്കുന്ന ഒരു ഹാഫും റിഡക്ഷൻ നടക്കുന്ന ഹാഫും. അതുകൊണ്ട് നമ്മൾ സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റിന് പറയുന്ന പേര് ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറയും. കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് കോൾഡ് റിഡക്ഷൻ ഹാഫ് സെൽ. ഓക്സിഡേഷൻ ഹാഫ് സെല്ലും റിഡക്ഷൻ ഹാഫ് സെല്ലും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ഫുൾ സെൽ, ദ ഹോൾ സെൽ ആയി മാറുന്നു. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്സിഡേഷൻ മീൻസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ സിങ്ക് റോഡ് ലോസസ് ഇലക്ട്രോൺസ്. സിങ്ക് റോഡിന് എന്ത് നഷ്ടപ്പെടുന്നു? ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്നു. ഈ ഒരു കണക്ഷൻ, ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻ? എന്ത് സംഭവിക്കുന്നു? സിങ്ക് റോഡിന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു. That is called oxidation. So oxidation occur in the ലെഫ്റ്റ് സൈഡ് ഹാഫ് സെൽ. നമ്മൾ കാണുന്ന ചിത്രത്തിൻ്റെ ഇടത്ത് സൈഡിലെ ഹാഫ് സെല്ലിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഇലക്ട്രോണുകൾ ആ എക്സ്റ്റേണൽ വയറിലൂടെ ഒഴുകി, നമ്മൾ ആ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ഇലക്ട്രോൺ ഫ്ലോ അവരിങ്ങനെ ആരോട്ട് കാണിച്ചിട്ടുണ്ട്. അതൊഴുകി എവിടെ വരുന്നു? കോപ്പർ റോഡിലേക്ക് വരുന്നു. കോപ്പർ റോഡിലേക്ക് വരുമ്പോൾ അവിടെ കോപ്പർ സൾഫേറ്റ് ലൈനി, കോപ്പർ സൾഫേറ്റ് ലൈനി അതെങ്ങനെയാണ് നിൽക്കുന്നത്? ഇലക്ട്രോലൈറ്റ് ആണ് ഡീകമ്പോസ് ചെയ്ത് ഡിസോസിയേറ്റ് ചെയ്ത്, ഡീകമ്പോസ് അല്ല ഡിസോസിയേറ്റ് ചെയ്ത്, ഡീകമ്പോസ് എന്നുള്ള വാക്ക് തെറ്റാണ്, ഡിസോസിയേറ്റ് ചെയ്ത് കോപ്പർ 2+ അയോണുകളും
SO4 സൾഫേറ്റ് 2- അയോണുകളുമായിട്ടാണ് ലൈനിൽ നിൽക്കുന്നത്. ആ കോപ്പർ 2+ അയോണുകൾ ഈ ഇലക്ട്രോണുകളെ, സിങ്ക് റോഡിൽ നിന്നും വരുന്ന ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് കോപ്പർ ആറ്റങ്ങളായിട്ട് മാറുന്നു. Cu2+ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു Cu. ആ കോപ്പർ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? കോപ്പർ റോഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അപ്പം റിയാക്ഷൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ സിങ്ക് റോഡിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട് ആ ഇലക്ട്രോണുകൾ കോപ്പർ റോഡിലേക്ക് ഒഴുകുന്നു. ആ ഇലക്ട്രോണുകൾ കോപ്പർ റോഡിലൂടെ കോപ്പർ സൾഫേറ്റ് ലൈനിൽ പ്രവേശിച്ച് കോപ്പർ 2+ അയോണുകളുമായിട്ട് ചേർന്ന് കോപ്പർ ആറ്റങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ എന്ത് സംഭവിക്കുന്നു? സിങ്ക് റോഡ് കംപ്ലീറ്റ് ആയിട്ടും Cu2+ അല്ല Z സിങ്ക് റോഡ് Zn2+ അയോണുകളായിട്ട് മാറുന്നു. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുമ്പോൾ Zn2+ അയോണുകളായിട്ട് മാറിയിട്ട് അത് ലൈനിലേക്ക് പോകുന്നു. അങ്ങനെ കുറേ സമയം പ്രവർത്തനം നടക്കുമ്പോൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനകത്ത് സിങ്ക് 2+ അയോണുകളുടെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട്, സിങ്കാറ്റങ്ങൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അയോണുകളായിട്ട് മാറുന്ന ആ അയോണിൻ്റെ കോൺസെൻട്രേഷൻ സിങ്ക് സൾഫേറ്റ് ലൈനിൽ ഉയരുന്നു, കൂടുന്നു. അപ്പർ സൈഡ് എന്ത് സംഭവിക്കുന്നു? കോപ്പർ 2+ അയോണുകളെല്ലാം കോപ്പർ ആറ്റമായിട്ട് മാറുന്നതുകൊണ്ട് കോപ്പർ അയോണുകളുടെ സാന്നിധ്യം കോപ്പർ സൾഫേറ്റ് ലൈനിൽ കുറയുകയും അവിടെ സൾഫേറ്റ് അയോണുകൾ SO4 2- നെഗറ്റീവ് ചാർജുള്ള അയോണുകളുടെ ആധിക്യം കൂടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സെല്ല് വർക്കിംഗ് നടക്കത്തില്ല. ഇലക്ട്രോണിന് സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് വരുവാനായിട്ട് സാധിക്കത്തില്ല. എന്താണ് അതിൻ്റെ കാരണം? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്, സിങ്ക് റോഡിരിക്കുന്ന ലൈനിൽ പോസിറ്റീവ് അയോണുകളുടെ ആധിക്യം വർദ്ധിക്കുന്നതുകൊണ്ട് അവിടെ പോസിറ്റീവ് ചാർജ് കൂടുന്നു. ആ ഓക്സിഡേഷൻ സെല്ലിൽ പോസിറ്റീവ് ചാർജ് കൂടുന്നത് വഴി ഇലക്ട്രോണുകളെ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് വിട്ടിട്ട് ഇലക്ട്രോണുകൾക്ക് അപ്പുറത്തോട്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറയുന്നു. അതൊന്ന്. രണ്ട്, അഥവാ ഇങ്ങനെ ഇലക്ട്രോണുകൾ ഈ എക്സ്റ്റേണൽ വയറിലൂടെ കോപ്പറിലേക്ക് വന്നാൽ ആ കോപ്പർ ഡിപ്പ് ചെയ്തിരിക്കുന്ന ലൈനി, കോപ്പർ സൾഫേറ്റ് ലൈനിയിലെ SO4 2- അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലുകൊണ്ട് എന്ത് സംഭവിക്കും? അവിടെ റിപ്പൽഷൻ ഉണ്ടാകും ഇലക്ട്രോണുകൾക്ക്. ഇലക്ട്രോണുകൾ ആ ലൈനിലോട്ടോ റോഡിലോട്ടോ വരുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇതിൻ്റെ ഫലമായിട്ട് ദ സെൽ വിൽ സ്റ്റോപ്സ് വർക്കിംഗ് ആഫ്റ്റർ സം ഡേയ്സ്. അപ്പോൾ ഇത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അസോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു U-ഷേപ്ഡ് ട്യൂബ് 2 ലൈനുകളെയും തമ്മിൽ കണക്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പുറത്തെ സൈഡിൽ എന്ത് സംഭവിക്കുന്നു? സൾഫേറ്റ് അയോണുകളുടെ ആധിക്യം കൂടുന്നപ്പോൾ ആ സൾഫേറ്റ് അയോണുകൾക്ക് ഈ സോൾട്ട് ബ്രിഡ്ജ് വഴി സിങ്ക് സൾഫേറ്റ് ലൈനിലേക്ക് വരുവാനായിട്ട് സാധിക്കും. സൾഫേറ്റ് അയോണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിങ്ക് സൾഫേറ്റ് ലൈനിലേക്ക് വരുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കാം? അതിനകത്ത് സിങ്ക് അയോണുകളുണ്ട്. റോഡിൽ നിന്നും ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട് ഉണ്ടായ സിങ്ക് 2+ അയോണുകൾ ആ ലൈനിയിലുണ്ട്. ആ ലൈനിയിലെ സിങ്ക് 2+ അയോണുകളുമായിട്ട് സൾഫേറ്റ് അയോണുകൾക്ക് ചേർന്നിട്ട് സിങ്ക് സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. അപ്പോൾ സെല്ലിന് കുറേ കാലം കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ദ സോൾട്ട് ബ്രിഡ്ജ് മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ചാർജ്ഡ് സെപ്പറേഷൻ, ഇപ്പുറത്ത് പോസിറ്റീവ് അപ്പുറത്ത് നെഗറ്റീവ് കൂടുന്ന ആ ഒരു ചാർജ് സെപ്പറേഷൻ ഇല്ലാതാക്കിക്കൊണ്ട് ഇറ്റ് മെയിൻറ്റെയിൻസ് ആൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബിറ്റ്വീൻ ദ 2 ഹാഫ് സെൽസ് ഓഫ് ദ ഗാൽവാനിക് സെറ്റ്. അപ്പോൾ എന്താണ് സോൾട്ട് ബ്രിഡ്ജിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്? ഇറ്റ് ആക്ട് ആസ് എ ഡിവൈസ് വിച്ച് മെയിൻറ്റെയിൻസ്, വിച്ച് കീപ്സ് ഓർ വിച്ച് ന്യൂട്രലൈസ് ദ എന്താണ് ചാർജ് സെപ്പറേഷൻ. ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. അതാണ് നമ്മൾ എഴുതേണ്ടത്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സോൾട്ട് ബ്രിഡ്ജ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് ചോദിച്ചാൽ സോൾട്ട് ബ്രിഡ്ജ് മെയിൻറ്റെയിൻസ്
the electrical neutrality between the two half cells of the electrochemical cell or Daniel cell or galvanic cell എന്ന് നമുക്ക് പറയാം. So that the cell will works for a prolonged time, for a longer time. Otherwise, the cell will stops working after some hours or some days. ഉള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഇനി എന്താണ് ഈ സോൾട്ട് ബ്രിഡ്ജ്? ഇതിലെന്താ ഉള്ളത്? ഇങ്ങനെ അയോണുകൾ പോകണമെങ്കിൽ നമ്മൾ പറഞ്ഞു വെറുതെ ഒരു ട്യൂബ് വെച്ചിരിക്കുകയല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ എംപ്റ്റി ട്യൂബ്. അതൊരു ഒഴിഞ്ഞ ട്യൂബല്ല. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് സം ഫ്ലൂയിഡ്, സോളിഡിഫൈഡ് ഫ്ലൂയിഡ്. കട്ടിപിടിച്ച ഒരു ഫ്ലൂയിഡ് അതിനകത്ത് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വി ആർ ടേക്കിംഗ് ആൻ എംപ്റ്റി ഗ്ലാസ് ട്യൂബ് ഹാവിങ് വി ഷേപ്പ്, ഒരു വി ഷേപ്പ് അല്ലെങ്കിൽ യു ഷേപ്പുള്ള ഒരു ഗ്ലാസ് ട്യൂബ് നമ്മൾ എടുക്കുന്നു. എംപ്റ്റി ആയിട്ടുള്ള, കഴുകിയെല്ലാം വൃത്തിയാക്കി എടുക്കുന്നു. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് അൻ ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് അൻ ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്, അമോണിയം നൈട്രേറ്റ് ഓർ പൊട്ടാസ്യം നൈട്രേറ്റ്. പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റ് പോലെ നമ്മുടെ ഈ റിയാക്ഷനകത്ത് കയറി ഇൻ്റർഫിയർ ചെയ്യാത്ത, നമ്മൾ വെക്കുന്ന രണ്ട് ഹാഫ് സെല്ലിലെ കെമിക്കൽസുമായിട്ട് കയറി ഇൻ്റർഫിയർ ചെയ്യാത്ത, അതാണ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള രണ്ട് ഇലക്ട്രോലൈറ്റുകൾ ഇതിലേക്ക് നിറയ്ക്കുന്നു. ഇലക്ട്രോലൈറ്റുകൾ നിറച്ച് വെച്ചാൽ നമുക്കറിയാം അത് ഇൻവെർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് പോകും, ഒഴുകി. അപ്പം അങ്ങനെ പോകാതിരിക്കാൻ നമ്മൾ ഈ ഇലക്ട്രോലൈറ്റുകളെ അഗർ അഗർ, ഒരു സീവീഡിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് അഗർ അഗർ, ജെല്ലി, എ പേസ്റ്റ്, എ ഗം ലൈക്ക് സബ്സ്റ്റൻസ് ആണ് അഗർ അഗർ ജെല്ലി. And this electrolyte and agar-agar jelly is mixed together to form a paste, and it is filled in this salt bridge, and it is dried in sunlight. അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുന്നതാണ്. How is salt bridge prepared? We are taking, or for the preparation of a salt bridge, a U-shaped glass tube is needed. A U-shaped glass tube is needed. It is filled with a mixture of agar-agar jelly and an inert electrolyte like potassium nitrate or ammonium nitrate. പിന്നെന്ത് ചെയ്യും? Then the device is kept for sunlight. It is placed in sunlight for few days. കുറച്ച് ദിവസം സൂര്യപ്രകാശത്തിൽ വെക്കും. ഇറ്റ് വിൽ സോൾഡിഫൈ. അതങ്ങ് സോൾഡിഫൈ ചെയ്യും. അങ്ങനെയാണ് സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സോൾട്ട് ബ്രിഡ്ജാണ് നമ്മൾ ഈ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോലൈറ്റിലൂടെ ഈ അയോണുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രണ്ട് ഹാഫ് സെല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. അതാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ആവശ്യകത. ഈ ചിത്രം നന്നായിട്ട് നോക്കി പഠിക്കണം. അത് വരയ്ക്കാൻ പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിളാണ്. ഇനിയും അതിനകത്ത് റിയാക്ഷൻസ്, വാട്ട് ആർ ദ റിയാക്ഷൻസ് ഒക്കർ ഇൻ ഡാനിയൽ സെൽ, സെപ്പറേറ്റ് ചോദ്യമായിട്ട് ചോദിക്കുന്നതാണ്. അവിടെ ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ ഒക്കർ. എന്താണ് ഓക്സിഡേഷൻ റിയാക്ഷൻ? സിങ്ക് ആറ്റം ലോസസ് ഇലക്ട്രോൺസ് ടു ഫോം സിങ്ക് അയോൺസ്. സിങ്ക് ആറ്റം ലോസസ് ഇലക്ട്രോൺസ് ടു ഫോം സിങ്ക് അയോൺസ്. അപ്പം അത് ഇക്വേഷനിലൂടെ നമുക്ക് എങ്ങനെ കാണിക്കാം? ഇസഡ് ആരോ മാർക്ക് Zn2 plus 2 electron. That is called anode reaction or oxidation reaction. അവിടെ removal of electron, loss of electron. That is called oxidation. Oxidation occur in anode reaction. അത് ഓർക്കാൻ ആനോക്സ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഒരു കാള ആൻഓക്സ്, ആനോഡിൽ ഓക്സിഡേഷൻ. ഇനി കാഥോഡിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ കോപ്പർ സൾഫേറ്റിലെ Cu2+ ആറ്റംസ്, Cu2+ atoms are converted to copper atom Cu. In cathode reaction, copper ions by accepting electrons and turned into copper atoms. അപ്പോൾ എങ്ങനെ നമുക്ക് ഇക്വേഷനിലൂടെ എഴുതാം? Cu2+ plus 2 electron, arrow mark Cu. Cu2+ plus 2 electron, arrow mark Cu. That is
Cathode reaction, reduction reaction. Addition of electron to anything, reduction. ഏതിലേക്കെങ്കിലും ഇലക്ട്രോൺ വന്നു ചേരുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ occur at cathode. കാഥോഡ് ആദ്യത്തെ അക്ഷരം CAT, ക്യാച്ച്. റിഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം റെഡ്, റിഡക്ഷൻ്റെ ആദ്യത്തെ മൂന്നക്ഷരം റെഡ്. റെഡ് ക്യാറ്റ്, ചുവന്ന പൂച്ച. റെഡ് ക്യാറ്റ്, ചുവന്ന പൂച്ച. ഒരു കാള, ചുവന്ന പൂച്ച എന്ന് ഓർത്തിരുന്ന് വെച്ചാൽ മതി. ഓക്സിഡേഷൻ അറ്റ് ആനോഡ് ആൻഡ് റിഡക്ഷൻ അറ്റ് കാഥോഡ്. റെഡ് ക്യാറ്റ്. അതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ആ രണ്ട് ഇക്വേഷനുകൾ നമ്മൾ എഴുതണം. ഇനി ഈ രണ്ട് ഇക്വേഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. സാധാരണ ആൾജിബ്രയ്ക്ക് ഇക്വേഷൻ ആഡ് ചെയ്യുന്ന പോലെ നമ്മൾ കൂട്ടി എഴുതി ലെഫ്റ്റ് സൈഡിലും ആരോയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമുള്ള കോമൺ ടേമുകളെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ഇക്വേഷൻ കിട്ടും. അതെങ്ങനെ ഇരിക്കും? അപ്പം Zn പ്ലസ് Cu2 പ്ലസ് Zn പ്ലസ് Cu2 പ്ലസ് ആരോ മാർക്ക് Zn2 പ്ലസ് പ്ലസ് Cu. അതാണ് ഓവറോൾ റിയാക്ഷൻ. നമ്മൾ എഴുതി ഈ രണ്ട് റിയാക്ഷൻ, നേരത്തെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഒരുമിച്ച് നമ്മൾ എഴുതി. നമ്മൾ ആൾജിബ്രയ്ക്ക് ഇക്വേഷൻ കൂട്ടുന്ന പോലെ അല്ലെങ്കിൽ കുറയ്ക്കുന്ന പോലെ അതുപോലത്തെ അഡീഷൻ നടത്തുവാണെങ്കിൽ നമുക്ക് ആരോയ്ക്ക് അടുത്ത സൈഡും വലത്തെ സൈഡും കുറച്ച് ടേമുകൾ കിട്ടും. അപ്പുറം ഇപ്പുറമുള്ള കോമൺ ടൈം നമ്മൾ സ്കോർ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? Zn പ്ലസ് Cu2 പ്ലസ് ആരോ മാർക്ക് Cu പ്ലസ് Zn2 പ്ലസ്. ദാറ്റ് ഈസ് ദ ഓവറോൾ റിയാക്ഷൻ. അത് പഠിച്ചിരിക്കണം നമ്മൾ. ഇനിയും വാട്ട് ആർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ? എന്താണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ? അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പൊതുവായിട്ട് പറയാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇലക്ട്രോഡ് വെൻ ഇറ്റ് ഈസ് എലോൺ ഇറ്റ് ഹാസ് നോ ട്രെൻഡ്. ഒരു ഇലക്ട്രോൺ വെൻ ഇറ്റ് എക്സിസ്റ്റ് എലോൺ ഇറ്റ് ഹാസ് നോ ട്രെൻഡ് അറ്റ് ഓൾ. ഒരു മെറ്റൽ റോഡിന് പ്രത്യേകിച്ച് ട്രെൻഡ് ഒന്നുമില്ല. ബട്ട് വെൻ ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ, എസ്പെഷ്യലി an electrolytic solution, when an electrode or a metal rod is dipped in an electrolytic solution of its own ions at the interface. എന്താണ് ഇൻ്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ റോഡ് ആ ലിക്വിഡുമായിട്ട് ആ സൊല്യൂഷനുമായിട്ട് മുട്ടുന്ന അതിൻ്റെ ഉപരിതലം, ഇൻ്റർഫേസ്. there may be a trend either to lose electron or to gain electron. അവിടെ ഒരു ട്രെൻഡ് ഉണ്ടാകാം. At the interface there may be some kind of trend due to potential difference. Due to potential difference. എന്തിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഈ റോഡിലുള്ള ആറ്റങ്ങളുടെയും സൊല്യൂഷനിലുള്ള അതേ ആറ്റങ്ങളുടെ അയോണിൻ്റെയും ആ ഡിഫറൻസ് കൊണ്ട്, ആ ഒരു ചേഞ്ച് കൊണ്ട് എന്തുണ്ടാകും? ഒരു ഫ്ലോ ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പം നമ്മൾ രണ്ട് പാത്രത്തിൽ വെള്ളം എടുത്ത് ഒരേ പൊക്കത്തിൽ വെച്ചിട്ട് ഒരു ട്യൂബ് വെച്ച് കണക്ട് ചെയ്താൽ വെള്ളം അങ്ങോട്ട് കൊണ്ടുവിടത്തില്ല. ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഒഴുകും. അപ്പം വെനെവർ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ എനിത്തിങ് സംതിങ് വിൽ ഹാപ്പൻ. എന്തെങ്കിലും വ്യത്യാസം ഏതെങ്കിലും വസ്തുക്കൾ തമ്മിലുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കും. ലൈക്ക് ദാറ്റ് ഹിയർ ഓൾസോ എ പൊട്ടൻഷ്യൽ അറൈസ് അറ്റ് ദ ഇൻ്റർഫേസ്, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇവിടെ നമുക്ക് സിങ്കിനുള്ള പൊട്ടൻഷ്യൽ എന്താണ്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. ഇലക്ട്രോണുകളെ കൊടുക്കുവാനുള്ള ട്രെൻഡാണ് ഉണ്ടായത്. ഈ കോപ്പറും സിങ്കും കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയപ്പോൾ സിങ്കിനുണ്ടായ ഇതെന്താണ്? ഇലക്ട്രോണുകളെ കൊടുക്കുവാനുള്ള ട്രെൻഡാണ് ഉണ്ടായത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. സോ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഈസ് ദ ട്രെൻഡ് ഓഫ് ആൻ ഇലക്ട്രോൺ ടു ലോസ് ഇലക്ട്രോൺ. ടു ലോസ് ഇലക്ട്രോൺ. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം ആൻസർ? ഇറ്റ് ഈസ് ദ ട്രെൻഡ് ഓഫ് ആൻ ഇലക്ട്രോഡ്. ട്രെൻഡ് ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ലോസ് ഇലക്ട്രോൺ. ടു ലോസ് ഇലക്ട്രോൺ. അപ്പോൾ തിരിച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ട്രെൻഡ് ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ഗെയിൻ ഇലക്ട്രോൺസ്. കോപ്പറിൻ്റെ കേസിൽ അതാണ് നമ്മൾ കണ്ടത്. ഇറ്റ് ഈസ് ദ ട്രെൻഡ് ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ഗെയിൻ ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളെ നേടുവാനുള്ള ട്രെൻഡാണ്. ദാറ്റ്സ് കോൾഡ്
റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പം ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ഉണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യലും നമുക്ക് ഉണ്ട്. ഇനിയും നമുക്ക് ഈ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും ഒക്കെ സൊല്യൂഷൻ്റെ, അത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് മാറും, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചിട്ട് മാറും. അപ്പോൾ ഒരു ഇലക്ട്രോഡിൻ്റെ, ഒരു മെറ്റൽ റോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ മെനി അതർ ഫാക്ടേഴ്സ്. 2 ഫാക്ടർ നമ്മൾ പറഞ്ഞു, കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ഇൻ വിച്ച് ഇറ്റ് ഡിപ്സ്, സിമിലർലി ടെമ്പറേച്ചർ. ദർ ആർ സോ മെനി അതർ ഫാക്ടേഴ്സ് ഓൾസോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഓരോ ഇലക്ട്രോഡിൻ്റെയും, ഇപ്പം നമുക്കറിയാം, നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെൽസ് വൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇതെവിടെ കാണാൻ പറ്റും? ഞാനിത് പറഞ്ഞില്ല. എവിടെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെൽ, നമ്മുടെ ട്യൂബുലാർ ബാറ്ററി, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, അങ്ങനെ ബാറ്ററി നമ്മൾ എവിടെയെല്ലാം കാണുന്നു, അതെല്ലാം ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വരുമ്പോൾ നമുക്ക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഓരോ ഇലക്ട്രോണിൻ്റെയും പൊട്ടൻഷ്യലിനെ കുറിച്ചും അതിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചൊക്കെ ഒരു ധാരണ വേണം. അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് മെറ്റൽസ് ഹാവ് ഡിഫറൻറ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. വാട്ട് ആർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദീസ് ഡിഫറൻറ്റ് മെറ്റൽസ്, ദീസ് ഡിഫറൻറ്റ് ഇലക്ട്രോഡ്സ്? ഫോർ ദാറ്റ് ടു മെഷർ, ടു കമ്പയർ ദീസ്, ഇത് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ all these should be kept in the similar condition. All these electrodes should be kept in the similar condition. And we can measure, we can compare the electrode potential. ഇലക്ട്രോഡുകളെല്ലാം നമ്മൾ ഒരേ കണ്ടീഷനിൽ വെക്കണം. എന്നിട്ട് വേണം നമുക്കതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കമ്പയർ ചെയ്തിട്ട് ഇന്നാർക്കാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതൽ, ഇന്നാർക്കാണ് കുറവ്, അല്ലെങ്കിൽ ഇയാൾക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇയാൾക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് ഉള്ളത്. അപ്പോൾ all the electrodes should be placed under similar condition in order to measure the electrode potential. At that condition, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ what is the electrode potential of an electrode? And that is called standard electrode potential. അപ്പോൾ standard electrode potential is the electrode potential of an electrode under standard conditions. Standard electrode potential is the potential of an electrode under standard condition. എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? For that we have to place the electrode, we have to conduct the experiment at എത്രയാണ്? 25 degree centigrade, at 25 degree centigrade and 1 atmosphere pressure. 25 degree centigrade and 1 atmosphere pressure. 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും 1 atmosphere പ്രഷറിലുമായിരിക്കണം നമുക്ക് ഇലക്ട്രോഡുകളെ സൂക്ഷിച്ചു വെക്കേണ്ടത്. ആൻഡ് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആൻഡ് 1 atmosphere പ്രഷർ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അപ്പം നമുക്കെങ്ങനെ പറയാം? ദ പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ്, ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് അറ്റ് 25 degree centigrade and 1 atmosphere pressure is called standard electrode potential. The electrode potential of an electrode at 25 degree centigrade and 1 atmosphere pressure is called standard electrode potential. അപ്പം ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ E0, ഇയുടെ മുകൾ വശത്ത് റൈറ്റ് സൈഡിൽ 0 എന്ന് നമ്മൾ സൂചിപ്പിക്കും. അതാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുവാനായിട്ട് നമുക്കറിയാം, ഏതൊരു വസ്തുവിൻ്റെയും ഒരു പ്രോപ്പർട്ടി മെഷർ ചെയ്യണമെങ്കിൽ ഒരു കമ്പയറിങ് യൂണിറ്റ്, നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് വേണം. അപ്പം നീളം അളക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മീറ്റർ വേണം. ഭാരം അളക്കണമെങ്കിൽ കിലോഗ്രാം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വേണം. ലൈക്ക് ദാറ്റ്, ടു മെഷർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോഡ്സ് വി ഷുഡ് ഹാവ് എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ്. നമുക്ക് ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അങ്ങനെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണിത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്.
അല്ലെങ്കിൽ SHE അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് NHE എന്ന് നമ്മൾ പറയും. അതിനെ സംബന്ധിച്ച് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയും. നന്ദി, നമസ്കാരം.